വെൽക്കം ടു ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ദുബായ് ഓൾഡ് വില്ലേജ് കാണാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ റൂമിൽ നിന്ന്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങിയത്, കുറച്ച് ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക്. ബട്ട് സ്റ്റിൽ നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടി പോകുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിട്ട് എൻ്റെ കണ്ണിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചത്. ഗൈസ്, ഓൾഡ് ദുബായിനെ സിംബലൈസ് ചെയ്യുന്ന ക്ലോക്ക് ടവർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദേറ ക്ലോക്ക് ടവർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റോഡിലോട്ട് പോകുന്ന സമയത്ത് ദുബായി അല്ല, വേറെ എവിടെയോ, വേറെ ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്തൊക്കെ എത്തിയൊരു ഫീലായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈവൻ നമ്മളെ ദുബായ് മാളൊക്കെ ഉള്ള ഏരിയനെക്കാട്ടിയും എനിക്കെന്തോ ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമായി. മേ ബി കുറച്ചുകൂടെ പീസ്ഫുള്ളും സൈലൻസ് എല്ലാം ആണ് ഈ ഒരു ഏരിയ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ റോഡും അതുപോലെ തന്നെ ബിൽഡിങ്സും എല്ലാം എനിക്ക് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അൽ സീഫിലുള്ള ദുബായ് ഓൾഡ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ ആ ഒരു പാറ്റേൺസ് ഒക്കെ മാറി ബിൽഡിങ്സിൻ്റെ. നമ്മളിപ്പോൾ ഒരു വാട്ടർ ഫ്രണ്ട് ഡെസ്റ്റിനേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വാക്ക് സംസാരിക്കാനായി ഞാൻ എൻ്റെ ഡിയറസ്റ്റ് ഹസ്ബൻഡിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. പറ, 2 വാക്ക് പറയൂ. പറ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ. ഗായ്സ്, എനിക്ക് തോന്നുന്നതാണോന്ന് അറിയില്ല, എന്നെ കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യൂ എന്നെ കാണാൻ രസമുണ്ടായി. This is parking. Okay. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ദുബായ് ഒക്കെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്ലേസ് ആയിരിക്കും എന്ന് അധികം വിചാരിച്ചില്ല. ഞാൻ ഫോട്ടോസൊന്നും നോക്കാനൊന്നും നിന്നിട്ടില്ല. മുന്നേ കേട്ടിട്ടുണ്ട് ഓൾഡ് ദുബായ് എന്നൊക്കെ, ബട്ട് ഞാൻ അധികം റിസർച്ച് ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലം ഇവിടെയുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. കുറേ നല്ല ഫോട്ടോസും കിട്ടിയേനെ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ തിരിച്ചു വരുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് പ്ലേസൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. എന്തായാലും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനാണ് ഇനി നെക്സ്റ്റ് എൻ്റെ പ്ലാൻ.
കുറച്ചു നേരിടാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ചൂടൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറേ നടന്നതുകൊണ്ട് കുറച്ച് ദാഹിച്ചു. സോ നമ്മളൊരു മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. വേണ്ട വേണ്ട. ഇത് കഴിക്കുന്നില്ല. മാംഗോ ജ്യൂസ് പറഞ്ഞിട്ട് ടാങ്ക് ഇറക്കിയ സാധനം നല്ല സുഖം. നാ കാണിച്ചോട്ടെ എൻ്റെ. സൂപ്പർ. നെക്സ്റ്റ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു, ബോട്ട് കയറി അപ്പുറത്തെ സൈഡിലേക്ക് പോയി. 2 ദിറംസ് ആയിരുന്നു കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ. അപ്പുറത്തെ ദുബായിയാ. പിന്നെ ഇത് ശരിക്കും വാട്ടർ മെട്രോ പിടിക്കേണ്ടി വരും. നമ്മൾ ഇത്ര സമയവും അപ്പുറത്തുണ്ടായ ഇപ്പം ഇപ്പുറത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ പോയി. യെസ് ഗൈസ്, വി ആർ ബാക്ക്. അപ്പോൾ ഇനി തിരിച്ചു പോവാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തടുത്തേക്ക് നടന്നിട്ട് പോവാണ്. ആൻഡ് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചധികം സമയമായി പുറത്ത് സ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് കുറേ നടന്നു ക്ഷീണിച്ചു. നല്ല വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലാൻ ഓഫ് കോഴ്സ് ഫുഡ് കഴിക്കാൻ പോകലാണ്. അപ്പോൾ ദുബായ് ഓൾഡ് വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി തീരാണ് കേട്ടോ. സോ ഈ സ്ഥലം നിങ്ങൾക്കും എന്നെ പോലെ തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടുന്ന് അടുത്തായിരുന്നു കറാമ. സോ കറാമയിൽ തന്നെ പോയി. അവിടുന്ന് പൊറോട്ടയും ബീഫും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അറിയുന്നൊരു ഹോട്ടലിൽ നമ്മൾ കയറി അവിടുന്ന് ഫുഡ് കഴിച്ചു.
സോ ഗായ്സ്, ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.